മോഹന വാഗ്ദാനങ്ങൾ നൽകി കോടികൾ തട്ടിയെടുത്ത അവതാർ ജ്വല്ലറി ഉടമകൾക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിക്ഷേപകർ. നാട് മുഴുവൻ കേസുകളുണ്ടായിട്ടും പ്രതികൾ ജാമ്യത്തിലിറങ്ങി ഇപ്പോഴും വിലസുകയാണ്. 650ഓളം നിക്ഷേപകരിൽ നിന്നായി ഏകദേശം 150 കോടി രൂപയാണ് അവതാർ ഉടമകൾ തട്ടിയെടുത്തത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരുന്നു. തങ്ങളെ ആരും സഹായിക്കാൻ തയ്യാറായില്ലെന്നും ഉടമകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന നിലപാടാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അവതാർ സമരസമിതി കൺവീനർ അബൂബക്കർ മുറ്റിച്ചൂർ പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ഇല്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ ഞങ്ങൾ 2 പ്രാവശ്യം നേരിട്ട് കണ്ടു. അപ്പോൾ ഇതൊന്നല്ല, ഇപ്പോൾ ആരും ഞങ്ങൾക്കില്ല, ഒരു രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഞങ്ങൾക്കില്ല. ഇവിടെ ഇപ്പോൾ DCC ഓഫീസിലും മറ്റേ LDFൻ്റെ മറ്റ് നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് പോലും അവരാരും പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏതോ ഒരു നാട്ടുകാർ ഞങ്ങളുടെ കാര്യത്തിൽ ഒരാളും ഇടപെടാത്തൊരവസ്ഥയുള്ളത്. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ മാത്രം ഇവർക്കെതിരെ 27 കേസുകൾ നിലവിലുണ്ട്. ആഴ്ചയിൽ 2 ദിവസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന കോടതി ഉത്തരവ് ഇവർ കഴിഞ്ഞ 2 മാസമായി പാലിക്കുന്നില്ലെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു. അവതാർ ജ്വല്ലറിയിലുണ്ടായിരുന്ന കിലോ കണക്കിന് സ്വർണവും കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളും കടത്തിക്കൊണ്ടുപോയത് അന്വേഷിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം. അവതാർ അബ്ദുള്ളയുടെ ബംഗളൂരുവിലും ഹൈദരാബാദിലും തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ബിനാമി സ്വത്തുക്കൾ കണ്ടുകെട്ടാതിരിക്കാൻ ക്രയവിക്രയം ചെയ്തതായും നിക്ഷേപകർ പറഞ്ഞു. ഇതിനിടെ തൃശൂരിലെയും എടപ്പാളിലെയും നിക്ഷേപകർ സ്വരാജ് റൗണ്ടിലെ അവതാർ ജ്വല്ലറിയുടെ ഷോറൂമിന്റെ മുന്നിൽ നിന്ന് IG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അവതാർ ബിനാമി സ്വത്തുകൾ കണ്ടുകെട്ടുക, അവതാറിലെ മുഴുവൻ പാർട്ട്ണർമാരെയും കേസിൽ പ്രതി ചേർക്കുക, തട്ടിപ്പിന് കൂട്ടുനിന്ന മാനേജർമാരെയും സ്റ്റാഫിനെയും അറസ്റ്റ് ചെയ്യുക, ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയെ കേസിൽ പ്രതി ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവതാർ സമരസമിതി ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV.